കഴിഞ്ഞ വർഷം നമുക്ക് നല്ല ഹാർവെസ്റ്റ് കിട്ടിയിട്ട് അത് നമ്മുടെ വീട്ടിലുണ്ടായ പംകിനാണ്. പിന്നെ അതായത് 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കോൺകോർഡ് ഗ്രേപ്സ്, പിന്നെ ഇതുപോലെ വെറൈറ്റി കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് ചില്ലിയാണ്, പിന്നെ ഇത് റെഡ് സ്കിൻ പൊട്ടാറ്റോസ്. ഇതൊരു ട്രഷർ ബോക്സിനകത്തുനിന്ന് ഗോൾഡൊക്കെ കണ്ടുപിടിച്ചെടുക്കത്തില്ലേ, അതേ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇവയ്ക്ക് ഇതിനകത്തുനിന്ന് പൊട്ടാറ്റോസ് കണ്ടുപിടിച്ചെടുക്കാനായിട്ട്. പിന്നെ അച്ചിങ്ങ, ബീൻസ്, പിന്നെ ക്യാരറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ഈ കൊച്ചു ഗാർഡനിൽ നിന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ കുറേ വെറൈറ്റി ടൊമാറ്റോസൊക്കെ ഉണ്ടായിരുന്നു. ഈ ടൊമാറ്റോസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉണ്ടായതെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ ക്യാൻഡിലാക്കി. പിന്നെ അപ്പം ഈ വർഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം ഇനി ഒന്നേന്ന്. അപ്പോൾ തുടങ്ങിയാലോ. അപ്പം ആദ്യം വേണ്ടത് സീഡ് സ്റ്റാർട്ടിങ് മിക്സ് വേണം. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഓർഗാനിക് സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഫ്രം വാൾമാർട്ടാണ് ഇത്. പിന്നെ വേണ്ടത് നമുക്കൊരു ട്രേ ആണ് ഇതെല്ലാം ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം സോയിലൊക്കെ ഇടുക, എന്നിട്ട് അതിനകത്തേക്ക് സീഡ്സ് ഇടുക. ഞാൻ ചില്ലീസ്, ടൊമാറ്റോസ്, ഓക്ര, അത് ലേഡീസ് ഫിംഗർ, പിന്നെ ബെൽ പെപ്പറുണ്ട്, ക്യാപ്സിക്കം, പിന്നെ ഓക്ര പറഞ്ഞല്ലോ അല്ലേ ഞാൻ, എഗ് പ്ലാന്റ്, നമ്മുടെ ബ്രിഞ്ചോൾ, ഇതൊക്കെ ഞാൻ ഡയറക്റ്റ്ലി ഇതിനകത്തേക്ക് ഇടുകയാണ്. ബീൻസ്, പംകിന്, അതെല്ലാം ഞാൻ കുറച്ചും കൂടെ കട്ടിയുള്ളതല്ലേ, അതെല്ലാം ഞാൻ ഒന്ന് സോക്ക് ചെയ്തിട്ടാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പേ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് 2 ഡേയ്സ് ഒന്ന് സോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു വീക്ക് ഇങ്ങനെ ഒരു വെറ്റ് ടിഷ്യൂവിൽ അതിന് പൊതിഞ്ഞ് സിപ്ലോക്ക് ബാഗിൽ ഇട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴാണ് ഇടുന്നത്. ഇതിനെല്ലാം ഞാൻ ബോട്ടം വാട്ടറിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം സോയിൽ അബ്സോർബ് ചെയ്തോളും. എന്നിട്ട് ഇതുപോലെ ഒരു ഹ്യൂമിഡിറ്റി ഡോം ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ഹ്യൂമിഡിറ്റി ഒക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഹീറ്ററിന് മുകളിലാണ്, അപ്പോൾ അതുകൊണ്ട് വേണ്ട ചൂട് കുറച്ച് കിട്ടിക്കോളും. ഇത് 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഗ്രോത്താണ് കേട്ടോ. എല്ലാം കുറച്ചൊക്കെ മുളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ വളർന്നു അല്ലെങ്കിൽ ഏതൊക്കെ വളർന്നു എന്നുള്ള അപ്ഡേറ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പം ഹാപ്പി ഗാർഡനിങ്.